സുഹൃത്തിനെ രക്ഷിക്കാൻ പെൺകുട്ടി കൊടുത്ത കള്ളമൊഴി 75-കാരനെ തടവറയിലാക്കിയത് 9 മാസമാണ്. സ്കൂളിലെ സുരക്ഷാ ജീവനക്കാരന്റെ ജയിലിലെ അവസ്ഥ കണ്ട് അവസാനം 15-കാരി കോടതിയിൽ മൊഴി തിരുത്തുകയായിരുന്നു. ഇന്നിപ്പോൾ ആ ദുരനുഭവം നമ്മളോട് തുറന്നു പറയാൻ 285 ദിവസം ജയിൽവാസം അനുഭവിച്ച MJ ജോസഫും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ PP ബൈജുവും നമുക്കൊപ്പം അതിഥികളായി ചേരുന്നുണ്ട്. ശ്രീ PP ബൈജു, 285 ദിവസം ചെയ്യാത്ത ഒരു കുറ്റത്തിന്, അത് കുറ്റമെന്ന് പറഞ്ഞാൽ നാടിനും കുടുംബത്തിനും മുന്നിലൊക്കെ അപമാനിക്കപ്പെട്ടുകൊണ്ടാണ് അഴിക്കുള്ളിലായത്. സത്യം തെളിയുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായും താങ്കൾക്ക് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കളും നേരിട്ട് കാണും. ഈ സത്യം ഇപ്പോൾ വളരെ വൈകിയാണെങ്കിലും പുറത്തു വന്നു, അത്രയും ആശ്വാസമുണ്ട്. ഇതിന്റെ നിയമ വഴികൾ എങ്ങനെയായിരുന്നു? താങ്കൾ നേരിട്ട പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു ശ്രീ PP ബൈജു? പ്രധാനമായും കേസിൻ്റെ ട്രയല് നടക്കുന്ന സമയത്ത് വളരെ ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്റ്റേജിലാണ് കേസിൻ്റെ അകത്ത് ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. കാരണം ഈ കുട്ടിയെ ചീഫ് എടുക്കുന്ന സമയം വരെ കുട്ടി ചീഫിൽ തന്നെ കേസിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പോവുമായിരുന്നു. എന്നാൽ ക്രോസ് വരുന്ന സമയത്ത് പെൺകുട്ടി ശരിക്കും വളരെ മാനസിക സംഘർഷം അനുഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് നമ്മൾ ക്രോസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് കുട്ടി ഫെയിൻ്റാകുകയും കുട്ടി മാനസികമായി വളരെ ഇതായിക്കൊണ്ട് കുട്ടി കരഞ്ഞുകൊണ്ടാണ് പിന്നെ ഈ സത്യങ്ങൾ വെളിയിൽ പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കോടതി ഉൾപ്പെടെയുള്ള ആൾക്കാർ ശരിക്കും വളരെ മാനസികമായ ഒരു സംഘർഷത്തിലായി പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലല്ലായിരുന്നു പെൺകുട്ടിയുടെ നിലപാട് അപ്പം മാറിയത്. അപ്പോൾ അതിനുശേഷം കോടതി അപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തു. കോടതി പറഞ്ഞു ഈ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ഒരു FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് യഥാർത്ഥ പ്രതിയെ വെളിച്ചത്ത് കൊണ്ടുവരികയും അയാൾക്കെതിരെ ചാർജ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ദുഃഖകരമെന്ന് പറയുന്നത് രണ്ടാമത് നടത്തിയ അന്വേഷണത്തിൽ പോലും ഈ നിരപരാധിയെ ഒഴിവാക്കാനായിട്ട് ഉള്ള ഒരു നടപടി. അതായത് പെൺകുട്ടിയുടെ മൊഴി വന്നു, ആൺസുഹൃത്താണ് പീഡിപ്പിച്ചതെന്ന് തിരിച്ചറിഞ്ഞു, അതിൽ പുനരന്വേഷണം നടന്നു. ആൺസുഹൃത്ത് ഇപ്പോൾ ആ പോക്സോ കേസിൽ റിമാൻഡിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ നിരപരാധിയുടെ കേസ് എന്തുകൊണ്ടാണ് ആ കേസ് അവസാനിപ്പിക്കാത്തത്? അതിന് നിയമ തടസ്സം എന്താണ്? നിയമ തടസ്സമല്ല, കാരണം രണ്ടാമത് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ അവർ കൊടുത്തിരുന്ന ചാർജിൽ പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് പോലീസ് അന്നൊരു 164 അനുസരിച്ച് കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയോ രണ്ടാമത് എടുക്കുകയോ ഒന്നും ചെയ്തില്ല. അവരുടെ ആ മോഹം രക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ പോലീസ് നീങ്ങിയതിൻ്റെ പുറത്താണ് വീണ്ടും ആ ഒരു കേസിൻ്റെ അകത്ത് തുടർ നടപടിയായി മുന്നോട്ട് പോകേണ്ടി വന്നതും കുട്ടിയെ രണ്ടാമത് കോടതി വിളിച്ചു വരുത്തി തെളിവെടുക്കുകയും കുട്ടിയെ വീണ്ടും ആവർത്തിച്ചു. കുട്ടി പറഞ്ഞു എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള ആ മൊഴി ആവർത്തിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ സ്കൂളിലെ അധ്യാപകരെ ഉൾപ്പെടെയുള്ളവരെ വിസ്തരിച്ചുകൊണ്ട് മറ്റു സാക്ഷികളിലെ വിസ്താരം പൂർത്തിയായി കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ അകത്തും പോലീസ് ശരിക്കും താങ്കളിലേക്ക് മടങ്ങി വരാം.